ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ചട്നി. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് ഞാൻ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ എണ്ണ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ എണ്ണ നല്ല ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ കളർ മാറി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ചേർക്കണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉള്ളിയാണ്. ഇത് നീളത്തിൽ അരിഞ്ഞത്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഉണക്കമുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇപ്പൊ 2 മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കളറിന് വേണ്ടിയിട്ട് നമുക്ക് കശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം എടുക്കും നല്ല ബ്രൗൺ കളറായി കിട്ടാൻ. അപ്പൊ ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ പുളിയും കൂടെ ചേർക്കുമ്പോൾ 2ന്റെയും കൂടെ ആകുമ്പോൾ നല്ല പുളി വരും. അപ്പോൾ ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു കഷ്ണം തക്കാളി ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ പുളി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കുറച്ച് പുളി മതി, അധികം പുളി ചേർക്കരുത്. കാരണം തക്കാളിയും കൂടെ ചേർത്തത് കാരണം നോക്കിയിട്ട് വേണം പുളി ചേർക്കാൻ. ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചട്നി റെഡിയാക്കാം. അപ്പൊ നമ്മുടെ ചട്നി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കടുക് വറുത്തിടണം. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളി ചട്നിയുടെ പണി. അപ്പൊ നമ്മുടെ ഉള്ളി ചട്നി ഇതേ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഉള്ളി ചട്നിയാണിത്. എന്റെ ഫേവറേറ്റ് ചട്നിയാണിത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ടേസ്റ്റാണ്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.